നമ്മുടെ ചിന്തയിലേക്ക് കടക്കുന്നു. എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ആ വാക്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 13-17. പ്രൈസ് ഗാഡ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നത് ഈ ആടുകൾക്ക് ഇടയനോടുള്ളതായിരിക്കുന്ന ചുമതലകൾ എന്തായിരിക്കണം, ആടുകളുടെ റെസ്പോൺസിബിലിറ്റി. കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത് ഇടയന് ആടുകളോടുള്ളതായിരിക്കുന്ന ബന്ധം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം. അതിലൊന്ന് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്, നമ്മളൊന്ന് ചിന്തിക്കുകയുണ്ടായി, ഈ വ്യക്തി ആരായിരിക്കണം? ടു റൂൾ ദ പീപ്പിൾ, ജനത്തെ ഭരിക്കുവാൻ തക്കവണ്ണം. ഭരിക്കുക എന്നുള്ള വേർഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊരു അയൺ റൂളിങ്ങിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പിന്നെയോ ഒരു ലീഡിങ് ആണ്, ഒരു നയിക്കുക എന്നുള്ളതാണ്. നയിക്കുക എന്ന് പറയുമ്പോൾ വളരെ ആവശ്യമായിരിക്കുന്ന ഒന്ന് മാതൃകയുള്ളവരായിരിക്കുക, ഒരു എക്സാമ്പിൾ, ബി ആൻ എക്സാമ്പിൾ. അപ്പോൾ ഏത് ഒരു ശുശ്രൂഷയെ കുറിച്ച് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, ആടുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ മാതൃകയുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും മാതൃകയില്ലാത്തവരാകുമ്പോഴാണ് പ്രശ്നങ്ങൾ കടന്നു വരുവാൻ കാരണമായിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ നയിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 4 പോയിന്റ് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത്. ഇന്ന് രാത്രി രണ്ടാമത്തെ ദൂതിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എന്താണ് ഇടയന്റെ രണ്ടാമത്തെ ജോലി? അത് വീണ്ടും ഒരിക്കൽ കൂടെ 17-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. രണ്ടാമത്തെ അവരുടെ പോയിന്റ്, ദേ വാച്ച് ഫോർ ദ സോൾസ് ഓഫ് ദ പീപ്പിൾ. അവർ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്. ദേ വാച്ച് ഫോർ ദ സോൾസ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ രണ്ടാമത് ഇടയന്റെ ചുമതല എന്ന് പറയുന്ന, ഇടയന്റെ ജോലി എന്ന് പറയുന്നത് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരായിരിക്കണം. ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക എന്നുള്ള വേർഡ് നമ്മളിവിടെ കാണുന്നത് വാച്ച്മാൻ ആയിരിക്കണം. അപ്പോൾ ഒരു ഇടയൻ എന്ന് പറയുന്നത് സഭയുടെ കാവൽക്കാരനാണ്, വാച്ച്മാനാണ്. എന്താണ് വാച്ച്മാൻ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നത്? പ്രധാനമായിട്ട് പഴയ നിയമത്തിലെ 3 വേർഡുകൾ ഞാൻ കോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. യെശയ്യാ ചാപ്റ്റർ 62 വേഴ്സ് നമ്പർ 6. ദൈവം അവിടെ എന്ത് ആക്കിയിരിക്കുന്നു? യെശയ്യാവിനെ കുറിച്ച് അവിടെ കാണുന്നു. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ പാപത്തിൽ അകപ്പെട്ടപ്പോൾ, അവര് അന്യ വിഗ്രഹാരാധനയിലേക്ക് അവർ കടന്നു പോയപ്പോൾ, അവർ നശിക്കുവാനായിട്ട് ഒരുക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലയളവിൽ സ്വർഗ്ഗത്തിലെ ദൈവം അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മതിലുകളിൽ, മതില് എന്തിനെ വെളിപ്പെടുത്തുന്നു? പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം. അപ്പോൾ അവരുടെ ടെറിട്ടറി, അതിനെ എന്താ വെളിപ്പെടുത്തുന്നത്? ദൈവം അവിടെ ആരെ ആക്കിയിരിക്കുന്നു? കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അപ്പോൾ ചില കാവൽക്കാരെ ദൈവം അവിടെ ആക്കിയിരിക്കുകയാണ്. എന്തിന് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. 2, യെരമ്യാ പ്രവചനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. ജെരമ്യാ ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 6-17. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. യെരമ്യാവിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണോ, ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. 3, ആരാണ് കാവൽക്കാർ? എസ്കേൽ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 17. നമ്മൾ ഇന്ന് പാഠം വായിച്ച ഭാഗം എസ്കേൽ ചാപ്റ്റർ 3 വേഴ്സ് 17. മനുഷ്യപുത്ര, ഞാൻ നിന്റെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. യെസ്, പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാവൽക്കാരൻ എന്നുള്ള വേർഡ്, വാച്ച്മാൻ എന്നുള്ള വേർഡ് ഒരു പ്രൊഫറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു, ഒരു പ്രവാചകനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമത്തില് കാവൽക്കാരൻ എന്നുള്ളത് ഒരു പ്രവാചകനെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാവൽക്കാരൻ എന്നുള്ളത് ഒരു പ്രവാചകനെ മാത്രമല്ല, പ്രവാചകനും അതിനകത്ത് ഉൾപ്പെടുവാൻ സാധിക്കും. പ്രധാനമായിട്ട് കാവൽക്കാർ എന്നുള്ളത് ഒരു ഇടയനെ ചൂണ്ടിക്കാണിക്കുന്നു, ഒരു ഷെപ്പേർഡിനെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു ഇടയൻ ഒരു കാവൽക്കാരനാണ്, സഭയുടെ കാവൽക്കാരനാണ്, തന്നെ ആക്കിയിരിക്കുന്ന ആടുകളുടെ ഒരു കാവൽക്കാരനാണ്. എന്താണ് കാവൽക്കാരന്റെ ജോലി? പ്രധാനമായിട്ട് 3 ഡ്യൂട്ടീസ്, 3 പ്രധാനപ്പെട്ട ജോലി. എസ്കേൽ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം.
യെഹെസ്കേൽ 3-ാം അധ്യായം 17-ാം അധ്യായം 3 കാര്യങ്ങളാണ് ഒരു കാവൽക്കാരൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്ന്, ഒന്നാമത് വേണ്ടത് നീ എന്റെ വായിൽ നിന്ന് വചനം കേൾക്കണം. ഹിയർ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പക്കൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കണം. കാവൽക്കാരന്റെ റെസ്പോൺസിബിലിറ്റി കാവൽക്കാരനായിട്ട് ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ ലെവലിൽ നിന്നുകൊണ്ട് കാവൽക്കാരാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഉണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഒന്നാമത്തെ വിഷയം എന്തു വേണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കണം. വി ഹാവ് ടു ഹിയർ ദ വേർഡ് ഓഫ് ഗാഡ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ പക്കൽ നിന്ന് വചനം കേൾക്കണമെങ്കിൽ പ്രധാനമായിട്ട് ആവശ്യമായിരിക്കുന്നത് ദൈവത്തോടു കൂടെ ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ടു ബി വിത്ത് ഹിം. അപ്പോൾ കാവൽക്കാരന്റെ ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പാദങ്ങൾ ചേർന്നിരിക്കുക. ടു ബി വിത്ത് ഹിം. അവര് പുറത്തുള്ളവരുടെ ജോലി എന്താണ്? അവര് ദൈവത്തോടു കൂടി ചേർന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന് വേണ്ടി. 2, അവരുടെ ജോലി. 3:17 എന്റെ നാമത്തിൽ അവരെ പ്രബോധി. ഗിവ് ദം വാർണിംഗ്. ഗിവ് ദം വാർണിംഗ്. ഒരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുക. കാവൽക്കാരന്റെ ജോലി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ്. പോസിറ്റീവ് ആസ്പെക്റ്റിൽ കാവൽക്കാരൻ കടന്നു വരും. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന കാവൽക്കാരൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ്. കാരണം ദേശത്തിന്മേൽ കടന്നു വരുന്നതായിരിക്കുന്ന ഒരു ദുരിതം, ദേശത്തിന്മേൽ കടന്നു വരുന്ന ഒരു നാശം, ദേശത്തിന്മേൽ കടന്നു വരുന്നതായിരിക്കുന്ന ഭയാനകമായിരിക്കും വിപത്ത്. ആദ്യം ദേശം അത് കാണുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു കാവൽക്കാരനെ ഒരു വാച്ച് ടവറിൽ ഒരു വ്യക്തിയെ ഇരുത്തിയിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ജോലിയാണ് വളരെ ദൂരേക്ക് നോക്കിക്കൊണ്ട് മറ്റ് എന്താണ് അനർത്ഥങ്ങൾ കടന്നു വരുവാൻ പോകുന്നത്, ഏതെങ്കിലും അനർത്ഥങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ അതിനനുസരിച്ച് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണ് ഈ കാവൽക്കാരന്റെ ജോലി. അപ്പോൾ ഒരു വാച്ച് ടവറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ അപകടത്തെ മുൻപിൽ കാണുമ്പോൾ, പ്രതികൂലങ്ങളെ മുൻപിൽ കാണുമ്പോൾ അകത്തുള്ളവർക്ക് അല്ലെങ്കിൽ അകത്ത് സുരക്ഷിതരായി ഇരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു ജോലിയാണോ കാവൽക്കാരനുള്ളത്? അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. 1, അവൻ ദൈവത്തിന്റെ പക്കൽ നിന്നോ വചനം കേൾക്കണം. ദൈവത്തിന്റെ പക്കൽ നിന്ന് ഇവിടെ പറയപ്പെടുന്ന വചനം എന്ന് പറയുന്നത്, ഇവര് പാപികളായി തീർന്നപ്പോൾ, ഇവര് വിഗ്രഹാരാധികളായി തീർന്നപ്പോൾ, ദൈവത്തെ വിട്ട് അവർ ജീവിക്കുവാൻ കാരണമായി തീർന്നപ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന ആലോചന ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ആലോചനയല്ല. പിന്നെയോ വരുവാൻ പോകുന്ന നാശത്തെയാണോ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഒരു കാവൽക്കാരൻ കൂടെ ദൈവം രണ്ടാമത് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ പക്കൽ നിന്ന് കേട്ടുമാറിക്കുന്ന ദൈവത്തിന്റെ വചനം. ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക കൊടുക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം ജനത്തിന് കൊടുക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ്. ഗീവ് വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരു ദൈവദാസനെ ആക്കി വെച്ചിരിക്കുമ്പോൾ പല കാര്യത്തിലും പലതിലും മുന്നമേ ദൈവം അദ്ദേഹത്തിന് ഒരരുളപ്പാട് കൊടുക്കുവാനായിട്ട് സാധിക്കും. ദൈവം എപ്പോഴും റെസ്പോൺസിബിൾ, ദൈവം എപ്പോഴും പൊസിഷനെ മാനിക്കുന്ന ഒരു ദൈവമാണ്. പൊസിഷൻ വിട്ടേച്ച് ദൈവം പോകത്തില്ല. ദൈവത്തിന്റെ ഒരു ക്യാരക്ടർ നമ്മൾ പഠിക്കാമെങ്കിൽ, ഗാഡ് ഈസ് എ സിസ്റ്റമാറ്റിക് ഗാഡ്. ദൈവം ഒരു സിസ്റ്റമാറ്റിക് ഗാഡാണ്. ദൈവം വെച്ചിരിക്കുന്ന പൊസിഷൻ അനുസൃതമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഓരോ പൊസിഷനിൽ അതിനനുസൃതമായിട്ട് ദൈവം നിർത്തിയിരിക്കുന്നവർക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ഹന്ന ദൈവത്തിന്റെ ആലയത്തിൽ കടന്നിയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പോലെ എന്തെന്ന് മനസ്സിലാക്കാതിരുന്നതായിരിക്കുന്ന പുരോഹിതൻ, ആ പുരോഹിതൻ ഈ സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ വീഞ്ഞ് നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ എന്നുള്ളതാണ്. കാരണം അവളുടെ ഹൃദയത്തിന്റെ വേദന എന്തെന്ന് മനസ്സിലാക്കുവാൻ പുരോഹിതന് സാധ്യമായില്ല.
അവളുടെ കണ്ണുനീര് എന്തെന്ന് മനസ്സിലാക്കുവാൻ പുരോഹിതന് സാധ്യമായില്ല. പക്ഷെ ഇത് മനസ്സിലാക്കാതിരുന്ന പുരോഹിതനോട് തന്റെ ഹൃദയത്തിന്റെ വേദന അവൾ പകർന്നപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഒരു വേർഡുണ്ട്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് നൽകി തരുമാറാകട്ടെ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം നശിപ്പിക്കുവാൻ വേണ്ടി നിയമിച്ചു വെച്ചിരിക്കുന്ന പുരോഹിതന്റെ നാവിൽ കൂടെ കടന്നു വന്ന ഒരൊറ്റ വേർഡ് ഹന്നയുടെ മുഖം പിന്നെ വാടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിച്ചില്ല. എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്തു? ആ പൊസിഷനിൽ ദൈവം നിർത്തിയിരിക്കുമ്പോൾ ആ പൊസിഷനെ ദൈവം ഓണർ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കുടുംബജീവിതത്തിന്റെ നായകൻ ദൈവം ഓണർ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് എന്ത് നമുക്ക് പറയാമെങ്കിലും പക്ഷെങ്കിൽ ആ പൊസിഷനെ ദൈവം മാനിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഒരു കാവൽക്കാരന്റെ ജോലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പക്കൽ നിന്ന് വചനം സ്വീകരിച്ച് ജനത്തിന് അത് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് താൻ ചെയ്തില്ല എങ്കിൽ എന്തായിരിക്കും തന്റെ അവസ്ഥ? വേഴ്സ് 17 എസ്കേൽ 3:17 ലാസ്റ്റ് പാർട്ട് ഒന്ന് വായിച്ചാട്ടും. നെക്സ്റ്റ് വേർഡ്, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ദുഷ്ടൻ മരിക്കുന്നത് അവന്റെ അകൃത്യത്തിലാ. അവൻ പാപം ചെയ്തുകൊണ്ട് ദുഷ്ടൻ മരിക്കുന്നത്. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് അവന്റെ മരണത്തിൽ അവന് മാത്രമല്ല പങ്കുള്ളത്, പിന്നെ ആർക്കൂടുണ്ട്? കാവൽക്കാരനും കൂടെ പങ്കുണ്ട്. എന്താ കാവൽക്കാരന്റെ പങ്ക്? ദൈവത്തിന്റെ പക്കൽ നിന്ന് ആലോചന കേട്ട് ദൈവം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കേണ്ട സ്ഥാനത്ത് മുന്നറിയിപ്പ് കൊടുക്കാതെ ഇരുന്നാൽ, ആ കൊടുക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ ആ കൊടുക്കാതിരുന്നത് കൊണ്ടുള്ള ശിക്ഷ ആ കാവൽക്കാരൻ ഏൽക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, തിരുവചനം പഠിക്കുന്ന സമയത്ത് പൊസിഷൻ വളരെ നല്ലതാണ്. പക്ഷെങ്കിൽ ഈ പൊസിഷൻ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ, നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങൾ കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. ഞാൻ താഴോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം തരുന്ന ആലോചന മറച്ചു വെക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആലോചന പറയാതിരിക്കുന്നുവെങ്കിൽ സംഭവിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ആ ദുഷ്ടൻ അവന്റെ ദുഷ്ടതയിൽ മരിച്ചു പോകും. അവനൊന്നും പറയുവാൻ സാധ്യമല്ല, അവന്റെ ദുഷ്ടതയിലാണ് അവൻ മരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവം കാവൽക്കാരനോടും അവന്റെ രക്തം ചോദിക്കുവാനായിട്ടിടയായി. കാരണം മറ്റൊന്നുമല്ല, ദൈവം ആലോചന പറഞ്ഞു കൊടുത്തിട്ട് ആലോചന ദുഷ്ടനോട് പറയാതിരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോണേ, ദൈവം നമ്മുടെ കരങ്ങൾ തന്നിരിക്കുന്ന ഒരാത്മാവിനെ നമ്മൾ വിട്ടുകളയുന്നു എങ്കിൽ ആത്മാവ് ഒരു പക്ഷേ നഷ്ടപ്പെടുവാനായിട്ട് സാധിക്കും. ബട്ട് നമ്മൾ പോലും അറിയാതെ അതിന് നമ്മൾ കുറ്റക്കാരായി മാറ്റപ്പെടുവാൻ സാധിക്കും. നമ്മളെ എവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നുവോ, ആര് നമ്മളോട് കൂടെ ആയിരിക്കുന്നുവോ, ഇതെല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം മുന്നമേ നിശ്ചയിച്ച് ദൈവത്തിന്റെ മുന്നറിവോടുകൂടെ ആകുന്നുവെങ്കിൽ ദൈവം ഉന്നയിച്ചത് വെറുതെ ആകുവാൻ വേണ്ടിയല്ല. ദൈവത്തിന്റെ ഏതിഷ്ടവും എന്റെ ജീവിതത്തിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനാകുന്നുവെങ്കിൽ എന്റെ ഏത് പ്രവർത്തനങ്ങളും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് ആയിത്തീരേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ അവരവരുടെ പാപത്തിൽ മരിച്ചു പോകും. എങ്കിലും നമ്മളും അതിനകത്ത് കുറ്റക്കാരായി മാറ്റപ്പെടുവാനായിട്ട് സാധിക്കും. വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയങ്ങളാണ്, ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വിഷയമാണോ ഇത് എന്ന് ഞാൻ പറയുന്നത്. ഈ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ പ്രധാനമായിട്ട് ഒരു കാവൽക്കാരൻ രണ്ട് രീതിയിലാണ് മുന്നറിയിപ്പുകൾ കൊടുക്കുവാനിടയായി തീരുന്നത്. ഇൻ ടു വേസ്, വാർണിംഗ് given in two ways. രണ്ട് രീതിയിൽ ആ മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. രണ്ട് രീതിയിൽ മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഒന്ന് വായിച്ചിട്ട് 1 Samuel chapter 9 verse number 15 and 20. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 15 അതിനുശേഷം 20 വാക്യം. പ്രൈസ് ഗോഡ്. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുൻപ് സ്വർഗ്ഗത്തിലെ ദൈവം ശമൂവേൽ പ്രവാചകന് അത് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ വിധം എന്ന് പറയുന്നത് ഗോഡ് റിവീൽസ്, ദൈവം വെളിപ്പെടുത്തുന്നു. അറിയാത്തൊരു കാര്യം, മറിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം. എന്താണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്? വേഴ്സ് 20 20-ാമത്തെ വാക്യം.
അപ്പോൾ എന്താണ് ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്? ദൈവം ഇവിടെ പറയിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് ഇസ്രയേലിന്റെ സകല ജനത്തിന്റെയും ആഗ്രഹം ആരുടെ മേൽ? നിന്റെ മേൽ എന്ന് പറഞ്ഞാൽ ദൈവം മുന്നമേ വെളിപ്പെടുത്തി കൊടുത്തു. ഒരു കാവൽക്കാരനായി ശമൂവേൽ പ്രവാചകനെ നിർത്തിയിരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് ഇസ്രയേൽ മക്കൾക്ക് ഒരു രാജാവ് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ രാജാവ് ആരെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം ശമൂവേൽ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തു. അത് ഒരു പ്രൊഫസിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്രൊഫസി. അതൊരു പ്രവചനമായിട്ട് കാണുവാൻ സാധിക്കും. പ്രവചനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നത്. അതൊരു പക്ഷെങ്കിൽ ദൈവിക വെളിപ്പാടായിരിക്കാം. പുതിയ നിയമത്തിലെ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ്ലി ആണോ? അതിന് നാളുകൾ എടുക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ കൂടെ വെളിപ്പെടുന്നതാണ് പ്രൊഫസി എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ. പക്ഷെ പഴയ നിയമത്തിൽ ഓഫീസ് ഓഫ് എ പ്രൊഫറ്റ്, ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ ആ പ്രവാചകന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പാദങ്ങളിൽ ഇരുന്നുകൊണ്ട് മുന്നമേ താൻ പ്രാപിക്കുന്നു. അപ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു ഷെപ്പേർഡിന്, ഒരു വാച്ച്മാന് എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത്, എന്തൊക്കെ സംഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ നേരത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് സാധിക്കും. എല്ലാ വിഷയങ്ങളും വെളിപ്പെടുത്തണമെന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ദൈവദാസന് പോലും ഒരു വ്യക്തിയുടെ എല്ലാ A to Z ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. പലപ്പോഴും നമ്മുടെ മുൻപിൽ ഒരു തെറ്റായിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു പ്രവാചകനാകുന്നുവെങ്കിൽ എൻ്റെ ലൈഫ് മുഴുവൻ അദ്ദേഹത്തിന് അറിയാം. ഒരിക്കലും ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ദൈവം അങ്ങനെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇങ്ങനെ ഇവിടെ വന്നിരിക്കത്തില്ലായിരുന്നു. കാരണം നമ്മൾ ചെയ്തതായിരിക്കുന്ന പോസിറ്റീവ് വശങ്ങൾ മാത്രമല്ല, നെഗറ്റീവ് വശങ്ങളുടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എങ്കിൽ നമ്മുടെ ആ നെഗറ്റീവ് വശങ്ങൾ വെളിപ്പെടുത്തപ്പെടുമ്പോൾ അവിടെയാണ് നമ്മുടേതായിരിക്കുന്ന എംപ്റ്റിനെസ് വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. ഉദാഹരണത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വേർഡ് തരാം. ഒരിക്കലൊരു പ്രവാചകന്റെ അടുക്കലേക്ക് ദൈവം ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീ വളരെ വേദനയോടുകൂടെ കടന്നു വരുന്നത്. തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞിനെ കൊണ്ട് കട്ടിൽ കിടത്തിയിട്ട് അവൾ ഒരു കഴുതയെ ചോദിച്ച് ഭർത്താവിൻ്റെ പ്രാപിച്ചുകൊണ്ട് അവൾ നേരിട്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി കടന്നു വരികയാണ്. പ്രവാചകൻ അവളെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ പറയുണ്ടായി, ഇത് നമ്മുടെ ശൂന്യംകാരത്തി അല്ലയോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അവൾ കടന്നു വന്ന് നെടുമ്പാട് വീണപ്പോൾ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു. വന്ന് അവളെ പിടിച്ചു മാറ്റുവാൻ ആഗ്രഹിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അവളെ വിടുക, അവളുടെ ഹൃദയത്തിൽ വലിയ മനോദുഃഖമുണ്ട്, യഹോവ അതെന്നെ അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രവാചകന്റെ അടുക്കലേക്ക് ഈ സ്ത്രീ അവളുടെ വലിയ വേദനയുമായിട്ടാണ് കടന്നു വന്നത്. വലിയ വേദനയാണ് അവളുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു, ആ വിഷയത്തെ ദൈവം ടോട്ടലി അറിയിച്ചതേയില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ആരോടെങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്നെയും നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി അല്ല ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്നെയും നിങ്ങളെയും എന്തിൽ ബിൽഡ് ചെയ്യുവാൻ സാധിക്കും അത് മാത്രമായിരിക്കും പലപ്പോഴും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഞാൻ ആ വിഷയത്തിലെ കൂടുതൽ കടക്കുന്നില്ല. നെഗറ്റീവ് ആയിരിക്കുന്ന പ്രൊഫസീസ് നമുക്ക് കാണുവാൻ സാധിക്കും. നെഗറ്റീവ് ആയിരിക്കുന്ന പ്രൊഫസി എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേതല്ല. നെഗറ്റീവ് ആയിരിക്കുന്ന പ്രൊഫസി എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതിന്റെ പേരാണ് ദീർഘദർശനം എന്ന് പറയുന്നത്. ഫോർസീൻ, മുന്നമേ കാണുക, ദീർഘദർശി, ഫോർസിയർ, അതാണ് ആ വ്യക്തിയുടെ പേര്. എന്ത് കാണുന്നു ആ വ്യക്തി മുൻപിൽ നോക്കിക്കൊണ്ട് എന്താണ് സംഭവിക്കുന്നുള്ളത് പേഴ്സണലി മനസ്സിലാക്കുന്നു. അത് പലപ്പോഴും നിങ്ങൾ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അത് പലപ്പോഴും നെഗറ്റീവ് ആയിരിക്കുന്ന ഇമ്പാക്റ്റ് ആണ് അത് പലപ്പോഴും ചെയ്യുന്നത്. പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു വിഷയത്തിലായിരിക്കത്തില്ല ഈ ദീർഘദർശി എന്നുള്ള വാക്ക് വെളിപ്പെടുന്നത്. അത് പലപ്പോഴും നെഗറ്റീവ് ആയിരിക്കുന്ന ആസ്പെക്റ്റ് ആയിരിക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം ഒരു വാച്ച്മാന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കും. സംഭവിക്കുന്നതിന് മുമ്പ്, കടന്നു വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിക്കുവാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ദൈവത്തിന്റെ പാദങ്ങളിൽ ഒരു വ്യക്തി ഇരിക്കുമ്പോൾ അത് സംസാരിക്കുവാനായിട്ട് സാധിക്കും. അത് ഒരു ദൈവദാസന് തന്നെ വേണമെന്നില്ല.
സഭയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ആലോചന പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. ദൈവം ആ പത്തിയുമായിരിക്കുന്ന കൃപയിലേക്ക് നയിക്കപ്പെട്ടവർ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുവാനുള്ള കൃപ ലഭിച്ചവർ, മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ തക്കണം യോഗ്യത പ്രാപിച്ചവർ, അവർ മറ്റുള്ളവർക്ക് വേണ്ടി കരയുമ്പോഴായിരിക്കും അവരുടെ വിഷയങ്ങളോ ദൈവം മറ്റു പ്രിയ എന്തിനു വേണ്ടി കരയുന്നുവോ ആ വിഷയങ്ങളെ കുറിച്ച് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ നാളുകൾ എന്തോ മുൻപിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, അതിന് മറ്റ് യാതൊരു മാർഗങ്ങളുമില്ല. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം മുന്നമേ അത് വെളിപ്പെടുത്തി കൊടുക്കുക. ആ സംഭവം കടന്നു വരുവാൻ ഇടയായിത്തീർന്നപ്പോൾ ദൈവം അത് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കറിയാം, ശൗൽ രാജാവിന്റെ അടുത്തൊരു ഇൻസിഡൻസിലേക്ക് ഞാൻ കടന്നു വരാം. ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. കടന്നു പോകുന്ന സമയത്ത് ശമൂവേൽ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ നിന്റെ അടുക്കൽ വരുന്നത് വരെ നീ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്ത് സംഭവിച്ചു? ശമൂവേൽ പ്രവാചകൻ മനസ്സിലാക്കിയതാണ്. എന്ത് മനസ്സിലാക്കി? ഈ വ്യക്തിക്ക്, ഈ ശൗൽ രാജാവിന് ഇപ്പോഴാണ് ദൂത് കൊടുക്കുവാനുള്ള ഒരു കാരണം, ആ ദൂത് തെറ്റിക്കുവാനുള്ള ചാൻസ് ശൗലിന്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് വാർണിംഗ് ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മളതിനെ ലംഘിച്ചു എന്നുള്ളതല്ല. ഇൻ ഫ്യൂച്ചറിൽ ലംഘിക്കുവാനുള്ള ചാൻസസ് ഒത്തിരി നമ്മുടെ മുമ്പിൽ കടന്നു വരും. അതുകൊണ്ട് ഒരു പ്രൊഫസി കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് ഇത് പോഷത്വമാണ് പറഞ്ഞത്, ഇത് വിഡ്ഢിത്തരമാണ്, ഇത് ഞാനും എന്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു പക്ഷെങ്കിൽ വരും ഭാവിയിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമായിരിക്കണം സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് സാധാരണയായിട്ട് നമുക്ക് ഒരു വാർണിംഗ് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് ഒന്ന് കരുതിയാൽ വളരെ നല്ലതാ. പോസിറ്റീവായിരിക്കുന്ന പ്രൊഫസി ആണെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത്രയും ഡീപ്പായിട്ട് കരുതേണ്ടത് ആവശ്യമാണ്. എങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു കാര്യം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു മുന്നറിയിപ്പായിട്ട് ദൈവം തരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഒരു പ്രവാചകന്, ദൈവം ഒരു ഷെപ്പേർഡിന്, ദൈവം ഒരു വാതിൽ കാവൽക്കാരന് എന്ത് ചെയ്തു കൊടുക്കുന്നു, ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന വിഷയത്തെ ദൈവം ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കും. കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. രണ്ടാമതായിട്ട് എന്ത് സംഭവിക്കുന്നു? അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 11-ാമത്തെ വാക്യം, ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 11. അല്ലല്ലോ, ആക്ട്സ് 20, സോറി, Acts 20, yes, 31, I'm sorry, 31, verse 31, 31. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ ഇതാണ് കാവൽക്കാരന്റെ രണ്ടാമത്തെ ജോലി. രണ്ടാമത്തെ ഒരു വിധം ഇതാണ്. എന്ത് ചെയ്തു? തന്റെ നോർമൽ മെസ്സേജ്. കഴിഞ്ഞ നാളുകൾ ദൈവം അദ്ദേഹത്തിൽ കൂടെ കൊടുത്തുവായിരിക്കുന്ന ദൈവിക ആലോചന, ദൈവികമായിരിക്കുന്ന വെളിപ്പാട്, ദൈവത്തിന്റെ വചനത്തിനുള്ളായിരിക്കുന്ന വെളിപ്പാട്, അഥവാ നമ്മുടെ ഇന്നത്തെ നാടൻ ഭാഷയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന പ്രസംഗം. അപ്പോൾ ആ പ്രസംഗങ്ങളൊക്കെ എന്തിലേക്കാ ചെയ്യുന്നതെന്നറിയാമോ? പല സന്ദർഭങ്ങളിൽ വരുവാൻ പോകുന്ന അപകടങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് തരുന്നതായിരിക്കുന്ന ദൈവിക ആലോചന. ഒരു വിഷയം ദൈവദാസന്മാരൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ദൈവം ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയത്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പരീക്ഷ ഘട്ടമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ആ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മൊമെന്റിൽ അതിന്റെ ഒരു ടെസ്റ്റ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് കാണുവാൻ സാധിക്കും. എന്താ അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? നമുക്ക് അത് പഠിപ്പിച്ച് തന്നത്, അത് നമുക്കൊരു മുന്നറിയിപ്പായിട്ടാ തന്നത്. അതൊരു റെവലേഷൻ ആയിരുന്നില്ല. അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതല്ല. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു അരൂപി, ദൈവത്തിന്റെ അരുളപ്പാട് ഞാൻ പ്രാപിച്ചതല്ല. പിന്നെ എന്തായിരുന്നു? ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവം ഇടപെട്ട കാര്യങ്ങൾ. പക്ഷേ അതെന്തിൽ എന്നെ നയിച്ചു? എന്റെ മുൻപിൽ കടന്നു വരുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് ആ പ്രശ്നത്തെ എങ്ങനെ ഞാൻ അതിജീവിക്കുവാൻ സാധിക്കും എന്നുള്ളത് മുന്നമേ ദൈവം വെളിപ്പെടുത്തി തരികയായിരുന്നു.
അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സഭയോട് പറയുന്നത്, 3 വർഷം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് രാപ്പകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നു, അത് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ രണ്ടാമത് ഒരു ദൈവദാസൻ ചെയ്യുന്ന ഒരു കാവൽക്കാരന്റെ ജോലിയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്ന ദൈവിക ആലോചന. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്ന ആലോചന. ഞാൻ പറഞ്ഞു വന്നത് അതൊരു റെവലേഷനാണ്, ഒരു വെളിപ്പാടാണ്. രണ്ടാമത്തത് ഞാൻ വെളിപ്പാടായിട്ടല്ല ഞാനിതിനെ കണക്കാക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ നോർമൽ പ്രീച്ചിങ്, ഒരു സാധാരണപ്പെട്ട പ്രസംഗം. പൗലോസ് അപ്പോസ്തലൻ 3 വർഷം അവരോടുകൂടെ ഇരുന്ന് അവർക്ക് കൊടുത്ത ദൈവിക ആലോചനകളായിരുന്നു, ദൈവത്തിന്റെ ദൂതുകളായിരുന്നു. പക്ഷെ ആ ദൂത് എന്തിലേക്കാണ് അവരെ നയിക്കേണ്ടിയിരുന്നത്? വരുവാൻ പോകുന്ന വലിയ നാശത്തിൽ നിന്ന് അവരെ എസ്കേപ്പ് ചെയ്യുവാനുള്ള ഒരു മാർഗമായിട്ട്. വായിച്ചോട്ടോ, അതിന്റെ 30-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം വായിച്ചാട്ടോ ആദ്യം. ശ്രദ്ധിക്ക്, താൻ മനസ്സിലാക്കി, ഇതാണ് ഒരു കാവൽക്കാരുടെ ഒരു ജോലി. താൻ മനസ്സിലാക്കിയ ഒരു വിഷയമാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. ദാറ്റ്സ് എ റെവലേഷൻ. അതൊരു വെളിപ്പാടാ. എന്ത് വെളിപ്പാടാ കിട്ടിയത്? നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ആരെഴുന്നേൽക്കും? കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും. എപ്പോൾ എഴുന്നേൽക്കും? ഞാൻ പോയ ശേഷം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയമാണ്, ഒരു ഇടയൻ അതിൻ്റെതായിരിക്കുന്ന പ്രോപ്പർ ഗൗരവത്തിൽ സഭയെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി സപ്പോർട്ടീവായിരിക്കുന്ന ഇടയന്മാർ അതേ രീതിയിൽ എഴുന്നേറ്റ് വരുന്നില്ല എങ്കിൽ ജനം അനുഭവിക്കുവാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് കൊടിയ ചെന്നായ്ക്കള് അകത്ത് കിടക്കുക എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സെക്കൻഡ് ലെവൽ ലീഡേഴ്സിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണോ അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഏത് സമൂഹത്തിലായിരുന്നാലും ഏത് രീതിയിലായിരുന്നാലും ഒരു വ്യക്തിയെ ദൈവം എടുത്തുപയോഗിച്ച് ആ വ്യക്തിയിൽ കൂടെ ദൈവം ചില പ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവര് ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തെക്കാൾ ദൈവം എടുത്തുപയോഗിക്കുന്നവരാകുമായിരിക്കാം. എങ്കിലും ജനം മാനിക്കണമെന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഓൾറെഡി ആ വ്യക്തിയെ, ആദ്യത്തെ വ്യക്തിയെ ലീഡറായിട്ട് അവർ കണ്ടു. അവരുടെ മനസ്സിന് ആ ചിന്തയുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങളായിരിക്കും വ്യക്തിയിലുള്ളത്. പക്ഷെങ്കിൽ മറ്റൊരു വ്യക്തി അതേ സ്ഥാനത്തുനിന്ന് ഉയർന്നു വരണമെങ്കിൽ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. അരുമനാഥനാകുന്ന യേശുക്രിസ്തുവിന്റെ ഒരു വേർഡ് ഇവിടെ വളരെ അർത്ഥമായിട്ടുള്ള വേർഡാണ്. ഒരു പ്രവാചകനും പ്രതിനഗരത്തിൽ യോഗ്യനാകത്തില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ട് കടന്നു വരും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് സംഭവിക്കുന്ന ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വേർഡ് ഇതാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞാൽ അന്ന് നിൽക്കുന്നതായിരിക്കുന്ന മൂപ്പന്മാരുടെ ഗണമെന്ന് പറയുന്നവർ, ദൈവത്താൽ, ദൈവത്തിന്റെ ദാസനാൽ തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന മൂപ്പന്മാർ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട മൂപ്പന്മാർ, അവർ കരങ്ങൾ വെച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് സഭയുടെ ചുമതല കൊടുത്തതായ സ്ഥാനത്ത് സഭയുടെ ചുമതല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവർക്ക് പോലും തെറ്റുപറ്റുവാൻ സാധിക്കും. കൊടിയ ചെന്നായ്ക്കളായിരിക്കും കടന്നു വരുന്നത്. ആട്ടിൻ കൂട്ടങ്ങളാണ്, ആടുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷെങ്കിൽ കൂട്ടത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് ഒരു ഒരു ഫെയ്ത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ചുമതല അവിടെയാണ്. എന്റെയും നിങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്വം അവിടെയാണ്. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, സഭയ്ക്കകത്ത് ഒരു ദുരിതവശം കടന്നു വരാതിരിപ്പാൻ തക്കവണ്ണം, സഭയ്ക്കകത്ത് അൺവാണ്ടഡ് ആയിരിക്കുന്ന ഉപദേശം കടന്നു വരാതെ സഭയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ചുമതല നെക്സ്റ്റ് ലെവൽ ഓഫ് ലീഡേഴ്സിനുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യമായിരിക്കേണ്ടത്? ആ നെക്സ്റ്റ് ലെവൽ ഓഫ് ലീഡേഴ്സിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണോ? അവര് മനസ്സിലാക്കണം, ഈ കടന്നു വരുന്നത് ഇടയനാണോ അതോ ചെന്നായ്ക്കളാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് ലെവൽ ഓഫ് ലീഡേഴ്സിന് വളരെ ആവശ്യമാണ്. പലപ്പോഴും അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു ലീഡർഷിപ്പ് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ആ കൂട്ടത്തിന്റെ തകർച്ച
വീഴ്ചയാണ് സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുവാൻ കാരണം? നെക്സ്റ്റ് ലെവൽ ഓഫ് ലീഡർഷിപ്പിലേക്ക് കടന്നു വരുവാനുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒത്തിരി പ്രശ്നങ്ങൾ കാണുമായിരിക്കാം. പലരും അക്സെപ്റ്റ് ചെയ്തില്ലെന്നിരിക്കാം, പലരും മാനിക്കത്തില്ലെന്നിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുന്ന ദൈവബദലിന് ആവശ്യമാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവികമായിരിക്കുന്ന വേലയിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ സഭയ്ക്കകത്ത് ഒരു ദുരിതവശം കടന്നു വരാതെ, കൊടിയ ചെന്നായ്ക്കളെ കയറ്റാതെ സൂക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ പ്രോബ്ലം മാത്രമല്ല, പൗലോസിന്റെ കാലത്തും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളായി ഇതൊക്കെ. അരുമനാഥനാകുന്ന യേശു വെളിപ്പാട് പുസ്തകം കൊടുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലും ഇതേ വിഷയങ്ങൾ കാണുവാൻ സാധിക്കും. ഈ കാലങ്ങൾ മുഴുവൻ മനുഷ്യരാശി ഉണ്ടായ സമയം മുതൽ ഇന്നത്തെ പ്രശ്നങ്ങളത് മാത്രമല്ല, അന്ന് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണോ, ഒരു പ്രാക്ടിക്കൽ ആയിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണോ ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിച്ചത്? എന്താ വിഷയം? കൊടിയ ചെന്നായ്ക്കൾ. എന്ത് സംഭവിക്കുന്നു? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്തത്. നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, വെളിയിൽ നിന്നുമല്ല അവർ കടന്നു വരുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്ന്, ഫ്രം യു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് എഴുന്നേൽക്കുവാൻ പോകുന്നത്. വൺ അമംഗ് യു, വെളിയിൽ നിന്നുള്ളതല്ല. അങ്ങനെയെങ്കിൽ ഒരു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഒരു കാവൽക്കാരുടെ വലിയ ജോലി, ചുമതല എന്തെന്നുള്ളത് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പാട് കൊടുത്തതാണോ, കുഞ്ഞെ നീ പോയ ശേഷം ഒരു കാര്യം ഇവിടെ സംഭവിക്കുവാൻ പോകുന്നു, ദുരുപദേശക്കന്മാർ ഈ സഭയിലേക്ക് കടന്നു വരുവാൻ പോകുന്നു, അതുകൊണ്ട് നീ ഒരു മുന്നറിയിപ്പ് കൊടുക. ആ ദുരുപദേശം സഭയിൽ ഉണ്ടാകുവാൻ ഇടയാകാതെ സഭ ഒന്നടങ്കമായിട്ട് കാവൽക്കാരെ പോലെ ദൈവിക ഉപദേശത്തിൽ കാവൽ കാത്തുകൊണ്ട് നിൽക്കണമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം. എന്താ ഇവിടുത്തെ നെക്സ്റ്റ് വേർഡ് പറയുന്നത്? കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. പക്ഷെ വിവിധ ഉപദേശം പറഞ്ഞുകൊണ്ട് കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. പൗലോസിന് പറയുവാനുള്ളത് അത് തനിക്ക് ലഭിച്ച വെളിപ്പാടാ. പക്ഷെ അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ താൻ ആഗ്രഹിച്ചപ്പോൾ, അവരെ നഷ്ടപ്പെടുത്തണ്ട എന്നുള്ള ചിന്തയിൽ താൻ ആഗ്രഹിച്ചപ്പോൾ താൻ പറഞ്ഞൊരു വേർഡാണ്, ഞാൻ കഴിഞ്ഞ 3 വർഷം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീരോടുകൂടെ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചത് നിങ്ങൾ ഓർത്തുകൊള്ളുവേൻ. കഴിഞ്ഞ നാളുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവത്തിന് പകരം ഓർത്തുകൊള്ളുവേൻ. കഴിഞ്ഞ നാളുകൾ നിങ്ങളോട് പ്രസംഗിച്ചത് നിങ്ങൾ ഓർത്തുകൊള്ളുവേൻ. ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നാളുകൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതും കഴിഞ്ഞ നാളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതുമായ വിഷയങ്ങൾ മറന്നു പോകാതെ ഏറ്റെടുക്കേണ്ടത് ഒരു ദൈവ പൈതൽ ചുമതല എന്നുള്ളത് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. എന്തിനാ ഇത് പറഞ്ഞു കൊടുത്തത്? മറ്റൊന്നിനും വേണ്ടിയല്ല. നിങ്ങളുടെ ഇടയിൽ ഒരു ദുരുപദേശം ഉണ്ടാകുവാൻ ഇടയാകരുത്. നിങ്ങൾ വീഴ്ചയ്ക്ക് ആകുവാൻ, വീണു പോകുവാൻ ഇടയാകരുത്. അപ്പോൾ എന്താ ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്? വീഴുവാനായിട്ട് ഇടയായി തീരാതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവന്ന വിഷയം 2 കാര്യങ്ങളാണ് ഒരു കാവൽക്കാരൻ ചെയ്യുന്നത്. ഒന്ന്, ഇടയൻ എന്ന് പറയുന്ന ഒരു കാവൽക്കാരൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പക്കൽ നിന്ന് ആലോചന പ്രാപിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ജനത്തിന് കൊടുക്കുന്നു, അവർക്കൊരു മുന്നറിയിപ്പായിട്ട്. 2, ദൈവത്തിന്റെ പക്കൽ നിന്ന് ദൈവത്തിന്റെ വചനം കേട്ട് ആ ഉപദേശം പറഞ്ഞു കൊടുക്കുവാനായിട്ട് കാരണമായി തീരുന്നു. ആ ഉപദേശത്തിൽ ജനത്തെ നയിക്കുവാനായിട്ട് കാരണമായി തീരുന്നു. അപ്പോൾ ഈ 2 രീതിയിൽ ഇന്ന് മുന്നറിയിപ്പ് കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നാം കേൾക്കുന്ന ഓരോ മെസ്സേജുകളും എനിക്കും നിങ്ങൾക്കും എന്ത് തന്നെയാ? ഒരു മുന്നറിയിപ്പായിട്ട് തരികയാ. അപ്പോൾ എന്താ ഇവിടെ രണ്ടാമത്തെ ജോലി പറയുന്നത്? കാവൽക്കാരൻ, വാച്ച്മാനാണ്. നമ്മളൊരു വാച്ച്മാനാണ്, ഒരു ലീഡർ ഒരു വാച്ച്മാനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചുമതല അതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ വേർഡിൽ വീണ്ടും നിൽക്കുകയാണ്. ദൈവത്തിന് പക്കൽ നിന്ന് അത് കേൾക്കുവാനായിട്ട് ദൈവത്തിന്റെ തിരുവചനമായി ആഗ്രഹിക്കുമ്പോൾ എന്റെ വായിൽ നിന്ന് വചനം കേൾക്കണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ആവശ്യമായിരിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ഒരു കാവൽക്കാരന്റെ പ്രയർഫുൾ ലൈഫ്, പ്രാർത്ഥനാ ജീവിതം. നോട്ട് ചെയ്താൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഒരു കാവൽക്കാരന്റെ പ്രാർത്ഥനാ ജീവിതം. നിങ്ങൾക്ക് ഒരു വാക്യത്തിൽ കൂടെ ഞാൻ അതിന്റെ പ്രാധാന്യത വെളിപ്പെടുത്തട്ടെ. 1 ശമൂവേൽ 12-ാം അധ്യായം 23-ാമത്തെ വാക്യം. 1 ശമൂവേൽ chapter 12 verse 23. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു. ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നില്ല അവർക്കൊരു രാജാവെന്നുള്ളത്. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സമയാസമയങ്ങളിൽ നേതാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു, മൂപ്പന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു, അവരെ കൊണ്ട് ദേശത്തെ നയിപ്പാൻ ദൈവം ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നം കടന്നു വന്നു. മറ്റ് സകല ജാതികൾക്കും രാജാക്കന്മാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും വേണം ഒരു രാജാവ്.
ഈ രാജാവിന് വേണ്ടി ചോദിച്ചു. ശമൂവേൽ പ്രവാചകൻ ദൈവത്തോട് അരുളപ്പാട് ചോദിച്ച് ഫൈനലി ശൗലിനെ രാജാവായിട്ട് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ശമൂവേൽ പ്രവാചകൻ പറഞ്ഞൊരു വേർഡാണ്, നിങ്ങൾ എത്ര വലിയ ദോഷമാണോ ദൈവത്തോട് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ശിക്ഷ കടന്നു വരുവാൻ പോകുകയാണ്. ഇത് പറഞ്ഞപ്പോൾ അവര് ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞൊരു വേർഡാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നീ ഒരിക്കലും നിർത്തിക്കളയരുത്. കാരണം അവർക്ക് മനസ്സിലായി ശമൂവേൽ പ്രവാചകൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നില്ല എങ്കിൽ അവരുടെ ജീവിതം വീണ്ടും വളരെ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകും. എന്നാൽ എന്റെ വിഷയം അവിടെയല്ല. എന്റെ വിഷയം ശമൂവേൽ പ്രവാചകന്റെ വേർഡാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഒരു വാച്ച്മാൻ തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കാണിക്കുന്ന ആടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ആ കാവൽക്കാരൻ പാപം ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാവൽക്കാരൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ഒരു സാധാരണപ്പെട്ട വ്യക്തിയെ പോലെ മുൻപോട്ട് ജീവിക്കുവാനല്ല, പിന്നെയോ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തന്റെ കരങ്ങൾ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ തിരുവചനം പറയുക, ഈ കാവൽക്കാരൻ പൊതുവെ യാതൊരു പാപവും ചെയ്യുന്നില്ല, തന്റെ വാക്കുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല, തന്റെ പ്രവൃത്തി കൊണ്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല, എങ്കിലും അവൻ പാപമില്ലാത്തവനെന്നല്ല. ഈ പ്രാർത്ഥിക്കാതിരിക്കുന്നത് തന്നെ ഒരു പാപമാ. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ ആ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം എന്നെ ഓർപ്പിച്ചത് മറ്റൊന്നുമല്ല. ഒന്നാമത് പുതിയ നിയമ സഭയ്ക്കകത്തൊരു പ്രശ്നം കടന്നു വന്നപ്പോൾ ആ പ്രശ്നവുമായിട്ട് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കടന്നു ചെന്നു. അപ്പോസ്തലന്മാർക്ക് വേണമായതെങ്കിലും പ്രശ്നങ്ങൾ തീർക്കാമായിരുന്നു. പക്ഷെ അപ്പോസ്തലന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഒറ്റിരിക്കട്ടെ, അതിനുവേണ്ടി കുറച്ചുപേരെ തെരഞ്ഞെടുക്കാൻ. എന്താ വിഷയം എന്നറിയാമോ? അവരുടെ മുട്ടുമടക്കിയതാണ് സഭയുടെ വിജയത്തിന് കാരണമായി തീർന്നത്. ദൈവമക്കൾ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണോ, ദൈവദാസന്മാർ മുട്ടുമടക്കാതെ സഭയിലെ ജനം അനുഗ്രഹിക്കപ്പെടുകയില്ല. എന്റെ ഭാഷയിൽ ഞാൻ ഇപ്രകാരം പറയും, ഒരു ദൈവദാസൻ മരിക്കാതെ സഭ ജീവിക്കുകയില്ല. ദൈവത്തിന്റെ ദാസൻ പൗലോസ് പറയുന്നതും അതേ വേർഡ് തന്നെയാണ്. നിങ്ങൾ ജീവിക്കേണ്ടതിനോ ഞങ്ങൾ നാൾതോറും മരിക്കുന്നു. ഞങ്ങളുടെ മരണമാണോ ജീവിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഒരു ഇടയൻ മരിച്ചെങ്കിൽ മാത്രമേ ഇടയനിൽ കൂടെ ദൈവശക്തി വെളിപ്പെടുത്തുള്ളൂ. ഇടയനിൽ കൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയാണോ ജനത്തിന്റെ ജീവിതത്തിൽ അത് സമർത്ഥമായ ജീവനായി മാറ്റപ്പെടേണ്ടത്? സമർത്ഥമായ ജീവനിലേക്ക് കടക്ക് വരണമെങ്കിൽ ഒരിടയൻ എത്രത്തോളം മരിക്കുന്നുവോ അത്രത്തോളം സാധ്യമാകത്തുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്താ ഇവിടുത്തെ വിഷയം? ഈ കാവൽക്കാർ എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു കാവൽക്കാരൻ കൂടെ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്, പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം. അപ്പൊ പറഞ്ഞു വന്നതായിരിക്കുന്ന ദൈവത്തിന് വെളിപ്പാട് താൻ പ്രാപിക്കണമെങ്കിലും, ഒരു സാധാരണപ്പെട്ട മെസ്സേജ് താൻ കൊടുക്കണമെങ്കിലും തനിക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ പാദങ്ങളിൽ സമയം ചെലവഴിക്കുക. ടു ബി വിത്ത് ഗാഡ്, ദൈവത്തോടുകൂടെ ചേർന്നായിരിക്കുക. ദൈവത്തോടുകൂടെ ചേർന്നായിരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് കേട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കാവൽക്കാരനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു ഇടയനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇടയന്റെ രണ്ടാമത്തെ ജോലി അദ്ദേഹം ഒരു കാവൽക്കാരനാണ്. മൂന്നാമത്തെ ജോലിയിലേക്ക് ഞാൻ കടന്നു വരട്ടെ. വായിച്ചോട്ടെ വീണ്ടും എബ്രായ ലേഖനം 13:17 വീണ്ടും ഒരിക്കൽ കൂടെ. Praise God. മൂന്നാമത്തെ അവരുടെ ചുമതലയാണ് they must give an account. They must give an account to God. ഏത് കാര്യത്തിൽ they must give an account to God. ഏത് കാര്യത്തിൽ how they discharge their duty. അവരുടെ ജോലി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൽ അതാണ് കണക്ക് കൊടുക്കേണ്ടത്. എന്താണ് ഈ കണക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്? ഇടയന്റെ മൂന്നാമത്തെ ചുമതല
കെയർ. കെയർ. കണക്ക് കൊടുക്കാൻ ആക്കേ പറ്റത്തുള്ളൂ. സൂക്ഷിക്കുന്നവന്, പരിപാലിക്കുന്നവന്. നമ്മളിവിടെ കാണുന്ന ഇടയന്റെ 3 ജോലികളെയാണ് നമ്മളിവിടെ കണ്ടത്. കെയർ. കെയർ ചെയ്യുക. ആടുകളെ കെയർ ചെയ്യുക. ആടുകളെ സൂക്ഷിക്കുക. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് മുൻപാകെ അവർ കണക്ക് കൊടുക്കണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ഇടയൻ തൻ്റെ കരങ്ങൾ ദൈവം തന്നു. നമ്മൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ ചിന്തിച്ചു, ഇടയൻ്റെതായിരിക്കുന്ന ചില ക്വാളിറ്റി കൊണ്ട് ലഭിച്ച ആടുകളല്ല, ഇടയനുള്ളതായിരിക്കുന്ന ചില കൃപാവരങ്ങൾ കൊണ്ട് ലഭിച്ച ഒരാടുകളല്ല. പിന്നെയോ ദൈവമാണ് ഇടയന്റെ കരങ്ങളിലേക്ക് ഈ ആടിനെ കൊടുത്തത്. ഇറ്റ്സ് ഗാഡ്സ് വർക്ക്. അപ്പോൾ ഇടയന്റെ യാതൊരു ക്വാളിറ്റിയും അതിനകത്തില്ല. ദൈവം ഇത് നമ്മുടെ കരങ്ങൾ തന്നിരിക്കുമ്പോൾ, ഒരു ഇടയന്റെ കരങ്ങൾ തന്നിരിക്കുമ്പോൾ, ഇടയൻ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം തന്നതായിരിക്കുന്നത് കൊണ്ട് ദൈവം തന്നതിനോ ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കണം. ആയിരിക്കുന്ന സകല ജനത്തിനും വേണ്ടി ദൈവത്തിന് മുമ്പാകെ ഞാൻ കണക്ക് കൊടുക്കണം. ദൈവം അതെന്നോട് ചോദിക്കും. എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ദൈവം അനുഗ്രഹിക്കുന്ന നല്ല കാര്യമാണ്, ദൈവം വർദ്ധിപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെങ്കിൽ അതിനനുസരിച്ച് കണക്കുകൾ കൊടുക്കേണ്ടി വരുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട് കടന്നു വരുന്നത്. എന്തായി കണക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് കണക്ക് കൊടുക്കുമ്പോൾ കാണുന്നത്. താഴത്തെ അതിന്റെ വാക്യം താഴോട്ട് തന്നെ വായിച്ചാൽ, കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. യെസ്, ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല. അപ്പോൾ ഒരു ഇടയൻ ആടുകൾക്ക് വേണ്ടി 2 രീതിയിൽ ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കുവാൻ പറ്റും. ഇൻ 2 ways. ഒന്ന്, സന്തോഷത്തോടു കൂടെ കണക്ക് കൊടുക്കുവാൻ പറ്റും. വിത്ത് ജോയ്. ഒരാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇടയന് സന്തോഷത്തോടുകൂടെ ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കുവാൻ പറ്റും. 2, വിത്ത് സോറോ, ഭാരത്തോടുകൂടെ, വേദനയോടുകൂടെ, കണ്ണുനീരോടുകൂടെ. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇത് തമ്മിലുള്ള വിഷയങ്ങൾ. 2 സംഭവങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഫിലിപ്പിയർ 2-ാം അധ്യായം 19, 20, 25 വേഴ്സ് ഒന്ന് വായിച്ചാട്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2, ഫിലിപ്പിയർ 2-ാം അധ്യായം. No. Philippians chapter 2. Yes. നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിനോ, പ്രൈസ് ഗോഡ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയാൽ ഡെവലപ്പ് ചെയ്ത ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. ആ സഭയെ കുറിച്ച് താൻ പറയുകയാണ്, സഭ ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയി. ആ പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ എങ്ങനെയാണ് സഭയുടെ സ്റ്റെബിലിറ്റി എന്നുള്ളത് അറിയുവാൻ ആഗ്രഹിച്ചു. അതൊരു വലിയ വിഷയമാണ്. സ്റ്റെബിലിറ്റി എന്താ ഇവിടുത്തെ വാക്യം? അതിന് 1, 2, 3 വേർഡുകൾ ഒന്ന് വായിച്ചാട്ടെ. 1, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 12-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 17 വേഴ്സ് നമ്പർ 12. ജോൺ 17:12. നെക്സ്റ്റ് വേർഡ്, ഞാൻ അവരെ സൂക്ഷിച്ചു. നീ അവരെ എൻ്റെ കയ്യിൽ തന്നു. കർത്താവായ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ, ദൈവത്തോടാ പറഞ്ഞത്. നീ അവരെ എൻ്റെ കയ്യിൽ തന്നു. ആരെ തന്നു? ശിഷ്യന്മാരെ തന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ഗണത്തെ കൊടുത്തു. ആര് കൊടുത്തു? സ്വർഗ്ഗത്തിലെ ദൈവം ആരുടെ കയ്യിൽ കൊടുത്തു? യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. നീ അവരെ എനിക്ക് തന്നു. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവരെ കാത്തുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കണം ആ വേർഡ്. അരുമനാഥനാകുന്ന യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു ചെയ്ത ഒരു കാര്യമായിരുന്നു, ദൈവം തൻ്റെ കരങ്ങളിൽ കൊടുത്തുമായിരിക്കുന്ന ആടുകളെ അരുമനാഥനാകുന്ന യേശു സൂക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് യേശു പറയുന്ന ഒരു വേർഡ് ഇതാണ്, അവരിൽ
ആ നാശയോഗ്യനല്ലാതെ മറ്റാരും എന്ത് ചെയ്തിട്ടില്ല, നശിച്ചു പോയില്ല. ഓൾറെഡി തിരുവഴുത്ത് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യൻ നശിക്കേണ്ടത് ആവശ്യമാണ്. ആ നാശയോഗ്യനല്ലാതെ ബാക്കി എല്ലാവരെയും സൂക്ഷിക്കുവാൻ ആർക്ക് സാധിച്ചു? യേശുവിന്. നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് രീതിയിൽ 70 പേരെ യേശു അയച്ചു. അവർ ഓടി ഇങ്ങോട്ട് വന്നിട്ട് മതി, ഗുരു നിന്റെ നാമത്തിൽ ഭൂതങ്ങളുടെ ഇടങ്ങുന്നു. യേശു അവരെ സൂക്ഷിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവരെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓർത്ത് സന്തോഷിപ്പൻ. പ്രൊട്ടക്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ എന്ത് സംഭവിച്ചേനെ? അവരുടെ ജീവിതത്തിന്റെ ചിന്താഗതികൾ അവരുടെ ശുശ്രൂഷയുടെ വിജയത്തിലേക്ക് മാറുവാൻ സാധിക്കുമായിരുന്നു. അത് അവരുടെ ഒരു ഫെയിലിയർ ആയി തീർന്നേനെ. അവരുടെ കാഴ്ചപ്പാടുകൾ മാറുവാൻ സാധിക്കുമായിരുന്നു. രണ്ടാമതായിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, സാത്താൻ ഗോതമ്പ് പോലെ പാറ്റേണ്ടത് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പ്രൊട്ടക്ട് ചെയ്യുക. മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്ന പ്രൊട്ടക്ഷൻ? രണ്ട് രീതി. പ്രൊട്ടക്ട് ചെയ്യുക. അരിമനാഥനാകുന്ന യേശു വരെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു, നശിച്ചു പോകാതെ. വായിച്ചാടി യോഹന്നാൻ 6-39 വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 39. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു പോർഷനായത്. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 39. അവൻ എനിക്ക് തന്നതിലൊന്നും, പ്രൈസ് ഗോഡ്, യെസ്, ഞാൻ കളയാതെ എന്നെ അയച്ചവന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്റെ കരങ്ങൾ തന്നിരിക്കുന്ന ഒന്നിനെ പോലും നഷ്ടമാക്കാതെ ആ നാളിൽ ഉയർത്തെഴുന്നേൽക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കണം. അതാ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം അതാ. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കരങ്ങൾ തന്നിരിക്കുന്ന ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വായിച്ചാടി യോഹന്നാൻ 18-9 വാക്യം. യോഹന്നാൻ 18:9. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്നോ. പ്രൈസ് ഗോഡ്. എന്ത് സംഭവിച്ചു? ആരും നഷ്ടമായി പോയില്ല. അരിമനാഥനാണ്. അതുകൊണ്ട് ആ കർത്താവായ യേശുവിനെ ദ ഗ്രേറ്റ് ഷെപ്പേർഡ് എന്ന് പറയുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ സൂക്ഷിക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിലില്ല. ബാക്കി എല്ലാവരുടെ ജീവിതത്തിൽ ബലഹീനതയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ബലഹീനതയുണ്ട്. എല്ലാ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ബലഹീനതയുണ്ട്. അരിമനാഥനാകുന്ന യേശു മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ഇടയൻ. ഈ ഇടയനെ കുറിച്ച് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അവിടെ പറയപ്പെടുന്നത്, വായിച്ചിട്ട് ഒരിക്കൽ കൂടെ, ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 26. അപ്പോസ്തലർ 20:26. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് പൗലോസ് ഈ വേർഡ് പറയുവാൻ കാരണമായി തീർന്നു? Why he said this word? നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തന്റെ കൈ കഴുകുക. ഈ കഴിഞ്ഞ നാളുകൾ 3 കൊല്ലം താൻ ഒരുമിച്ചിരുന്ന് ഇവരെ വളർത്തിക്കൊണ്ട് വന്നതാ, ഡെവലപ്പ് ചെയ്ത് വന്നതാ. പക്ഷെ എന്തിന് ചാൻസ് ഉണ്ട്? കൊടിയ ചെന്നായി കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. ആ കൊടിയ ചെന്നായി കടന്നു വരുന്ന കാഴ്ച കണ്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ ചെന്നായ്ക്കളെ അലവ് ചെയ്യുന്നുവെങ്കിൽ തനിക്ക് പറയുവാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ ഞാൻ ആരല്ല എന്ന് പറഞ്ഞാൽ, ഈ ഒരു സംഭവം താൻ വെളിപ്പെടുത്തുന്നതിന് മുൻപ് വരെ നഷ്ടപ്പെട്ടാൽ എന്താ ഉണ്ടായിരുന്നു? ഒരു വാച്ച്മാൻ, ഒരു ഷെപ്പേർഡ്, ഒരു ഇടയൻ. ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ കണക്ക് കൊടുക്കണം. ഒന്ന് വായിച്ചാട്ട് 1-2 വേർഡൂടെ. 1 തെസ്സലോനിക്കർ 3-5 വാക്യം. ഇത് തന്നെ ഒരു വലിയ പ്രസംഗ വിഷയമാണ്, ഈ ഒരു ടോപ്പിക്ക് തന്നെ. 1 Thessalonians chapter 3 verse 5. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ? അവർ എഫേർട്ട് ആർ ഇൻ വേ. ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ?
ഞങ്ങൾ കഴിഞ്ഞ നാളുകൾ അധ്വാനിച്ച് തെസ്സലോനിക്ക സഭയെ കുറിച്ചാണ് പറഞ്ഞത്. തെസ്സലോനിക്ക സഭയിൽ ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ, പരീക്ഷകൾ കടന്നു വന്നപ്പോൾ, അവരുടെ വിശ്വാസത്തെ പരിപൂർണമായിട്ട് തകർക്കുന്ന പരീക്ഷകൾ കൂടി അവർ കടന്നുപോയ ആ സ്ഥാനത്ത് ദൈവത്തിന്റെ ദാസൻ പൗലോസിൽ പറയുവാനൊരു കാര്യമുണ്ട്. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ എന്നിട്ട് പറയുന്നൊരു വേർഡ്, ഞങ്ങളുടെ പ്രയത്ന ഫലം വെറുതെ ആയിപ്പോയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയത്ന ഫലം എന്താകാൻ പറ്റും? കഴിഞ്ഞ കുറച്ച് നാൾ അവിടെ നിന്ന് സഭയെ പഠിപ്പിച്ചതാ. അങ്ങനെയെങ്കിൽ പ്രയത്നം ഫലവത്താകണമെങ്കിൽ എന്തുണ്ടാകേണ്ടത് ആവശ്യമാ? അവരെയും കൊണ്ട് എവിടെ കാണണം? നിത്യതയെ കാണണം. അപ്പൊ ഒരു ദൈവദാസന്റെ, ഒരു ഷെപ്പേർഡിന്റെ ജോലി എന്ന് പറയുന്നത് ഭൗതികമായിരിക്കുന്ന ചില ഭൗതിക നന്മകൾ നേടിക്കൊടുക്കുന്നതല്ല, പിന്നെയോ ജനത്തെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നതാണ്. അതാ ചുമതല, അതാ ജോലി, അതാ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടും. എന്നാൽ ഒരു കാര്യം വളരെ സത്യമാണ്, ഇവരാരെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്തൊരു ചാൻസ് ഇല്ല. തെസ്സലോനിക്ക സഭയെ പരീക്ഷകൻ പരീക്ഷിച്ചിരുന്നുവെങ്കിൽ, അവരുടെ വിശ്വാസത്യാഗം സംഭവിച്ചിരുന്നുവെങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ എന്ത് നടന്നേനെ? എന്റെ പ്രയത്നഫലം നഷ്ടമായി. വായിച്ച ഒരു വാക്യം കൂടെ, ഫിലിപ്പിയൻസ് 2:15-16. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. നെക്സ്റ്റ് വേർഡ്, അങ്ങനെ ഞാൻ ഓടിയതും പ്രൈസ് ഗോഡ് എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഒരു ദൈവദാസന്റെ പ്രശംസ എന്ന് പറയുന്നത് ദൈവം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആത്മാക്കളുമായിട്ട് അരുമനാഥനാകുന്ന യേശു സ്വർഗ്ഗത്തിൽ മധ്യാകാശത്ത് കടന്നു വരുമ്പോൾ ആ ആടുകളുമായിട്ട് ഇവിടുന്ന് എടുക്കപ്പെടുവാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരിടയന്റെ സന്തോഷം അതാ. അരുമനാഥനാകുന്ന യേശു വാനമേഘത്ത് കടന്നു വരുമ്പോൾ ആ സ്വർഗ്ഗത്തിൽ അദ്ദേഹം എടുക്കപ്പെടുന്ന ഒരു കൂട്ടത്തിൽ അദ്ദേഹത്താൽ നയിക്കപ്പെട്ട ചില പ്രിയപ്പെട്ടവർ, അദ്ദേഹത്താൽ നയിക്കപ്പെട്ടവർ സ്വർഗ്ഗത്തിൽ എത്തപ്പെടുവാൻ സാധിക്കുമെങ്കിൽ അവരെ കാണുന്നതാണ് സന്തോഷം, അവരെ കാണുന്നതാണ് നമ്മുടെ പ്രശംസ. ഞാൻ മുഖാന്തരം ഒരു വ്യക്തി ദൈവത്തെ കണ്ടുമുട്ടിയെങ്കിൽ, ഞാൻ സ്വർഗ്ഗത്തിൽ നിൽക്കുന്ന സമയത്ത് എന്നോടുകൂടെ ആ വ്യക്തിയെ എനിക്ക് അവിടെ കാണുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് ഞാൻ പ്രശംസിക്കപ്പെടുന്നത്, അവിടെയാ എനിക്ക് പ്രശംസ കിട്ടുന്നത്. ചില നാളുകൾ കഴിഞ്ഞു, കണ്ടില്ല, നശിച്ചു പോയി, ആളവിടെ കാണുന്നില്ല. ഒരു കാര്യമുണ്ട്, എൻ്റെ എഫേർട്ടിന് സ്വർഗം പ്രതിഫലം തരും. പക്ഷെങ്കിൽ ഈ ആത്മാവ് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അവിടെ കിട്ടുന്ന സന്തോഷവും, അവിടെ കിട്ടുന്നതായിരിക്കും പ്രശംസയും, അവിടെ കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി ഒരാത്മാവ് ദൈവസന്നിധി ചെന്നെത്തുവാൻ തക്കവണ്ണം എടുക്കപ്പെടുന്നതായിരിക്കും ത്യാഗങ്ങൾ. അവിടെയായിരിക്കും അന്ന് വെളിപ്പെടുവാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയൻ സഭയോട് പറയുക, നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അതാ പ്രശ്നം. നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കുന്നു, ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് എന്തില്ല, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാ? കാരണം നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിൽ കർത്താവിനോടുകൂടി എടുക്കപ്പെടും. അന്ന് ഞാനിവിടെ കാണും. അന്നായിരിക്കും പ്രശംസ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് സ്വർഗത്തിൽ ചെന്നെത്തുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും പൂർണ്ണ സന്തോഷം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരാത്മാവിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട്, അവരെ കുറച്ച് നാൾ പള്ളിയിൽ കണ്ടിട്ട് അവരെ കാണാതിരിക്കുന്നവരായിട്ടല്ല, പിന്നെയോ അവരെ കൊണ്ട് സ്വർഗത്തിൽ എത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ അതാ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വാക്യം കൂടെ. 2 John verse 8. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ, പ്രൈസ് ഗോഡ്, യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, ഞങ്ങളുടെ പ്രയത്നഫലം കളയരുതേ. കാരണം എന്നെ
യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ചില നീചന്മാർ, വഞ്ചകന്മാർ സഭയിൽ കടന്നു വന്നിരിക്കുന്നു. യേശു ദൈവമല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ. എന്നിട്ട് താൻ പറയുക, ഞങ്ങളുടെ പ്രയത്നഫലം നശിപ്പിക്കരുതേ, ഞങ്ങളുടെ പ്രയത്നഫലം കളയരുതേ. നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത്, നിങ്ങളെ നടത്തിക്കൊണ്ട് വന്നത് വെറുതെയായി പോകരുത്. നിങ്ങൾ മനസ്സിലാക്കണേ, നമുക്ക് കരങ്ങൾ തന്നിരിക്കുന്ന ഒരു ആത്മാവ് സ്വർഗത്തിൽ എത്തപ്പെടുന്നതാണ് നമ്മുടെ പൂർണ്ണ പ്രശംസ. അങ്ങനെയെങ്കിൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി രണ്ട് രീതിയിൽ നമുക്ക് ജാഗരിക്കുവാൻ സാധിക്കും. ഒന്ന്, സന്തോഷത്തോടുകൂടെ. സന്തോഷത്തോടുകൂടെ ജാഗരിക്കണമെന്ന് ഞാൻ വീണ്ടും ആ വാക്യത്തിൽ കടന്നു വരട്ടെ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 19. ആ 20ാമത്തെ വാക്യം. നിങ്ങളെ സംബന്ധിച്ച് 25. യെസ്, താഴോട്ട് വായിച്ചു സിസ്റ്ററെ. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ തിമോത്തിയോസിനെ പൗലോസ് ഓർക്കുമ്പോൾ എന്തായിരിക്കും തൻ്റെ ഉള്ളിൽ കടന്നു വരുന്നേ? ഫിലിപ്പി സഭയോട് പറയുക, തുല്യചിത്തനായി എനിക്ക് വിശ്വസ്തനായിട്ട് അയക്കുവാൻ തിമോത്തിയോസിനെ പോലെ മറ്റാരുമില്ല. എന്താ താൻ പറയുന്നത്? അവനോ അപ്പന് മകൻ ശുശ്രൂഷിക്കുന്ന പോലെ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഞാൻ ആ പറഞ്ഞു വരുന്ന വേർഡ് എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷീപ്പ് ആൻഡ് ദ ഷെപ്പേർഡ്. വളരെ വാല്യുബിളാണ്. ഒരാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം സന്തോഷിക്കണം. ഒരാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ ആനന്ദിക്കണം. ഒരു വ്യക്തിയുടെ വിഷയം ദൈവത്തിന് മുമ്പാകെ വെക്കുമ്പോൾ ഉള്ളത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കണം. അതാ സന്തോഷം കടന്നു വരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്, വലിയ നന്മയാണ്. എന്താ അവിടുത്തെ വിഷയം? ആ ബന്ധം. രണ്ടാമത്തെ ബന്ധത്തിലേക്ക് ഞാൻ കൊണ്ടുപോകട്ടെ. അവ ഞരങ്ങിക്കൊണ്ടായത് ചെയ്യുവാൻ ഇടവരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് നന്നല്ല. 2 Timothy chapter 4 verse 14 and 15. 2 Timothy chapter 4 verse 14 and 15. വായിച്ചാട്ടെ. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ തിമോത്തിയോസിനെ പൗലോസ് ഓർക്കുമ്പോൾ, ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടറിനെ ഓർക്കുമ്പോൾ എന്തായിരിക്കും അവർ പൗലോസിൻ്റെ ഉള്ളിലുള്ളത്? ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ, നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ഭൗതിക വിഷയമല്ല. നോ, ഒരു ദൈവദാസൻ പോലും ഒരു ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ പോലും ഭൗതികമായിട്ട് ഒരാടിൽ നിന്നും ഇത് ആഗ്രഹിക്കത്തില്ല. ദാറ്റ് ഈസ് നോട്ട് ദ വേ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവ വിഷയത്തിൽ ഒരാട് വളരുന്നതും ദൈവത്തിന് വിരുദ്ധമായിട്ട് ഒരാട് പ്രവർത്തിക്കുന്നതും അതായിരിക്കും ഒരിടയനെ വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? മറ്റൊന്നുമല്ല. ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ദൈവം ഒരു വേല ഫലമേൽപ്പിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ലോകം മുഴുവൻ നിങ്ങൾ കൊണ്ട് നിറച്ചു കൊടുത്താലും ഹി വിൽ നോട്ട് ഹാപ്പി ഇൻ ദാറ്റ്. അദ്ദേഹത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഒറ്റ കാര്യത്തിലായിരിക്കും. അദ്ദേഹം മുഖാന്തരം ഒരാട് ദൈവകൃപയിൽ വളർന്നു വരുന്ന കാണുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നിലുമില്ല. ദൈവകൃപയിൽ ഒരാട് വളർന്നു വരുന്ന കാണുമ്പോൾ, ദൈവത്താൽ അവർ ഉപയോഗിക്കപ്പെടുന്ന കാണുമ്പോൾ, തന്നെക്കാൾ ഉപരിയായിട്ട് ഉപയോഗിക്കപ്പെടുന്ന കാണുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസന്റെ ഉള്ളം സന്തോഷിക്കും. ദൈവത്തിൻ്റെ ദാസന്റെ ഉള്ളം ആനന്ദിക്കും. അവർക്ക് വേണ്ടി മുട്ടുകൾ മടക്കുന്ന സമയത്ത്
തൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടാകും, തൻ്റെ ഉള്ളിൽ ആനന്ദമുണ്ടാകും. കർത്താവേ, പ്രിയപ്പെട്ടവരെ ശക്തമായിട്ട് ഉപയോഗിക്കണമേ. അതായിരിക്കും ഒരു ദൈവദാസന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾ ഭൗതികമായിട്ടല്ല നിങ്ങളിതിനെ ചിന്തിപ്പിക്കേണ്ടത്, ഭൗതികമായിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആത്മീയമായിട്ട്. നാം ദൈവകൃപയിൽ വളർന്നു വരുമ്പോൾ ആ ഇടയൻ്റെ ഹൃദയം സന്തോഷിക്കും. ദൈവസന്നിധാനത്തിൽ വളരാതിരിക്കുമ്പോൾ ഉള്ളം വേദനിക്കും. എനിക്ക് കുഞ്ഞുങ്ങൾ വളരെ ലേറ്റായിട്ടുണ്ടായി. ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് 1 കൊല്ലം ആയി. ഞാനൊരു ദിവസം പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, കുഞ്ഞെ, ഈ കുഞ്ഞിൽ നീ എത്രത്തോളം സന്തുഷ്ടനാ? ഞാൻ പറഞ്ഞ, കർത്താവേ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓഫീസ് ഞാൻ വീട്ടിൽ വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈയിട്ടടി, അവൻ്റെതായിരിക്കുന്ന കൊച്ചു കൊച്ചു ശബ്ദങ്ങൾ, ഇതൊക്കെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ദൈവം എന്നോട് ചോദിച്ചു, അവന് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ സിറ്റുവേഷൻ അവരിക്കുന്നെങ്കിൽ നിനക്ക് എന്ത് സന്തോഷമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കർത്താവേ, അപ്പോഴും എൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും. പക്ഷെങ്കിൽ ഞാൻ അവനെ നോക്കുമ്പോൾ എൻ്റെ ഉള്ളം വേദനിക്കും. ഞാൻ അവനെ നോക്കുമ്പോൾ എൻ്റെ ഉള്ളം കരയും. കാരണം എന്താ? ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വളർച്ച അവനെ ഞാൻ കണ്ടില്ല. എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വളർച്ച ഞാൻ അവനെ കാണുന്നില്ല. അന്ന് ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുൻപാകെ ദൈവം സന്തോഷിക്കുന്നത്, ദൈവം ഭാരപ്പെടുന്നത് ഞാനും നിങ്ങളും കൊല്ലങ്ങളായി എത്രത്തോളം ദൈവത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത്, അതാ സന്തോഷം. അന്ന് ഞാൻ ആ സത്യം മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, ദൈവമേ, എൻ്റെ സ്തുതികൾ പറയുമ്പോഴല്ല നീ പ്രസാദിക്കുന്നത്, പിന്നെയോ ഞാൻ മുട്ടുകൾ മടക്കുമ്പോൾ എൻ്റെ ദൈവത്തിനുള്ളം സന്തോഷിക്കും.